നമ്മൾ ഹെൻറി ഫോർഡിനെ കുറിച്ചാണ് ചിന്തിച്ച് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങൾക്ക് അദ്ദേഹം എങ്ങനെ ചിറക് പിരിച്ചു എന്നതിനെക്കുറിച്ചും. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിന്ത, ഹെൻറി ഫോർഡ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ചിന്തയുടെ പേരിലാണ് താനും. വെൻ എവറിത്തിങ് ഗോസ് അഗൻസ്റ്റ് യു, പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ദ എയറോപ്ലെയിൻ ടേക്സ് ഓഫ് അഗൻസ്റ്റ് ദ വിൻഡ്. എല്ലാം നമുക്കെതിരാണെന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തവണ്ണം നമുക്കെതിരെ എല്ലാം ആഞ്ഞു വീശുകയാണെന്നും ഒക്കെ തോന്നുന്ന സമയത്ത് നിങ്ങളൊരു വിമാനത്തെക്കുറിച്ച് ആലോചിക്കുക. ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യാന്ന് പറയും, അതായത് മുന്നോട്ട് കുതിച്ചു പോകുന്നത്, ഉയരങ്ങളിലേക്ക് പോകുന്നത് കാറ്റിനെതിരെയാണ്. കാറ്റിനെതിരെയാണ് ഈ വിമാനം പറന്നുയരുന്നത്. അപ്പോൾ ആ പറന്നുയരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളെ പുറകോട്ട് തള്ളിയിട്ട് കൊതിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കുതിച്ച് പായിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഈ ഹെൻറി ഫോർഡ് പറഞ്ഞിരുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ ഒരു ചിന്തകൾ ഇത് ബന്ധപ്പെടുത്തി ഇടയ്ക്ക് ആലോചിക്കാറുണ്ടായിരുന്നു. വഞ്ചിയിൽ സ്കൂളിൽ, ചെറുപ്പകാലത്ത് വഞ്ചിയിൽ സ്കൂളിൽ പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം പുഴയുടെ ആഴമനുസരിച്ച് ഈ വഞ്ചിക്കാരൻ ഒരുപക്ഷെ കഴക്കോല കൊണ്ടായിരിക്കും കുത്തുക. ഒരു കഴക്കോല് ആഴം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തണ്ട് വലിച്ചിട്ടാണ് കുത്തുക. അപ്പോൾ ഈ തണ്ട് വലിക്കുന്ന സമയത്ത് അദ്ദേഹം ആ വഞ്ചിയിൽ അല്പം ആരോഗ്യവും പ്രായമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പറയും, ആ തണ്ട് ഒന്ന് പിടിച്ചോ, നിങ്ങളൊരു തള്ളിക്കഴിഞ്ഞാൽ ഈ വഞ്ചി മുന്നോട്ട് പോകാൻ എളുപ്പമുണ്ടാവും. 2 പേര് പിടിക്കുമ്പോഴാണെങ്കിൽ 2 പേര്, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളോട് പറയും നിങ്ങൾ മുമ്പോട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പിറകോട്ട് തള്ളി മാറ്റുക, അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. എന്നിട്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങൾ മുന്നോട്ട് നോക്കിയിട്ട് പിറകോട്ട് തഴുമ്പോൾ നിങ്ങൾക്ക് കൈ കഴച്ചും തോന്നുമ്പോൾ ചെയ്യാവുന്ന സംഗതി നേരെ തിരിഞ്ഞിരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്തിനെയാണ് തള്ളിവിട്ടതെന്ന് ഓർത്തുകൊണ്ട് വീണ്ടും ഇതുപോലെ ഒന്ന് തഴഞ്ഞു വിടുക. അപ്പം നമ്മൾ തള്ളി പുറകോട്ട് വിടുന്നതിനെക്കുറിച്ച് കാണുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു ആവേശം ഉണ്ടാകും. ഗതി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അമരത്ത് അദ്ദേഹം, ആ വഞ്ചിയുടെ അമരം തിരിച്ചായിരുന്നു, ഏറ്റവും ബാക്കിലാണ്. ആ ബാക്കിൽ നിന്നുകൊണ്ട് അമരം അദ്ദേഹം നിയന്ത്രിക്കുമായിരുന്നു. അങ്ങനെ ഒരു 2 അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിലുണ്ട്. ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരുപാട് അർത്ഥമുള്ള ഒരു ചിന്തകളായിരുന്നു ആ പാവം വഞ്ചിക്കാരൻ അന്ന്. ഹെൻറി ഫോർഡിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഒരുപക്ഷെ ഹെൻറി ഫോർഡിനേക്കായും ആഴത്തിൽ ജ്ഞാനം നിറഞ്ഞൊരു വഞ്ചിക്കാരനാണത്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഒരു ശക്തമായ ഒഴുക്കുള്ള സമയത്ത് ഒരാൾ തന്നെ തുഴഞ്ഞിട്ടൊന്നും വഞ്ചി മുന്നോട്ട് പോവില്ല. അപ്പോൾ ആരെങ്കിലൊക്കെ തുഴയാൻ കൂടെ കിട്ടും എന്നുണ്ടെങ്കിലും, ആരെങ്കിലൊക്കെ തുഴയാൻ കൂടെ നിർത്താമെന്നുണ്ടെങ്കിലും ജീവിതം മുന്നോട്ട് പോകാൻ എളുപ്പമുണ്ട്. അങ്ങനെ തുഴയുമ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കി തുഴയുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ആവേശം ചോർന്നു പോകാൻ സാധ്യതയുള്ള സമയത്ത് തിരിഞ്ഞിരുന്ന് എന്തിനെയാണ് പുറകോട്ട് തള്ളിവിടുന്നത് എന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു കുതിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒരർത്ഥത്തിൽ വളരെ ശരിയാണ്. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളെ പുറകോട്ട് തള്ളിയിട്ടിട്ട്, എന്തിനെയാണ് പുറകോട്ട് തള്ളിയിട്ടതെന്നും പുറകോട്ട് തള്ളിയിട്ട ഒന്നും തന്നെ ഇനി മുന്നോട്ട് വരുന്നില്ല എന്നും, മുന്നോട്ടുള്ള യാത്രയിൽ പലതിനെയും പുറകോട്ട് തള്ളിയിടാതെ മുന്നോട്ട് പോകാനാവില്ല എന്നതിനെയും, മുന്നോട്ട് പോകാനായിട്ട് പുറകോട്ട് തള്ളുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവുണ്ടായി കഴിയുമ്പോൾ വളരെ ആവേശത്തോടെ ജീവിതത്തിൽ നമുക്ക് ജീവിതമാകുന്ന തോണി തുഴഞ്ഞ് മുന്നോട്ട് പോകാനാവും. തോണി ജീവിതമാണ്, മറക്കരുത്. അത് തുഴഞ്ഞാലേ മുന്നോട്ട് പോവുള്ളൂ. 2, അത് തുഴയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, ഓളത്തിനെതിരെ മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുഴയാൻ ഒറ്റയ്ക്ക് സാധിക്കാത്ത സമയത്ത് ഒരുപക്ഷെ നമുക്ക് തുഴയാൻ കൂട്ടുകാരെ കൂട്ടിയേ പറ്റൂ. അങ്ങനെ ഒരുമിച്ച് തുഴയുമ്പോൾ മുന്നോട്ട് പോകും. തുഴയുന്ന സമയത്ത് എന്തിനെയാണ് പുറകോട്ട് വിട്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആവേശത്തിൽ നമുക്ക് തുഴഞ്ഞു പോകാൻ പറ്റും. കാരണം അത് പോയി, ഇനി അതിലേക്ക് പോകുന്നില്ല. മുന്നോട്ട് പോകാനായിട്ട് പലതിനെയും പുറകോട്ട് തള്ളി മാറ്റിയിട്ടേ സാധിക്കുള്ളൂ എന്നും കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുന്നേറ്റം നടത്താൻ സാധിക്കും. ഓർക്കുക, ഹെൻറി ഫോർഡ് പറഞ്ഞ മാതിരി എല്ലാം പ്രതികൂലമാണെന്ന് ഓർക്കുമ്പോഴും
ഈ പ്രതികൂലത്തിനെതിരെയുള്ള തുഴഞ്ഞുള്ള മുന്നേറ്റമാണ്, കുതിപ്പാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെയൊക്കെ എതിരെ വരുന്നതിനെ പുറകോട്ട് മാറ്റാൻ കഴിയുന്ന ആ ഒരു എനർജി, ഊർജം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ ഉള്ളിൽ ആ ഒരു എനർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഊർജം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഉൾശക്തി, ആത്മശക്തി എന്ന് അങ്ങനെയൊക്കെ എന്ത് വാക്കുപയോഗിച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദൈവം തരുന്ന ആ ഒരു ഇന്നർ പവർ, ഒരു 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 ഉൾക്കരുത്ത്, അല്ലെ മലയാളത്തിൽ ഉൾക്കരുത്ത് എന്ന് പറയുന്ന അതാണ്. ദൈവത്തിൽ വിശ്വാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു ഉൾക്കരുത്ത്, അതോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് തുഴയാൻ പറ്റും. തുഴഞ്ഞാൽ മുന്നോട്ട് പോകുന്ന കാണാൻ പറ്റും. ഓർക്കുക, പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് എല്ലാം എതിരാണ് തോന്നുന്ന സമയത്ത് കാറ്റിനെതിരെയാണ്. ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പല കാറ്റുകൾക്കെതിരെയും നമുക്ക് തുഴഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ കുതിച്ച് ജീവിതം മുന്നേറുന്ന കാണാൻ കഴിയും. അങ്ങനെ കാണാൻ കഴിയട്ടെ. അങ്ങനെ കാണാൻ കഴിയുമാറ് നമ്മൾ തന്നെ തുഴഞ്ഞു മുന്നേറുവാനും നമ്മുടെ കൂടെ നിർത്തി ആളുകളെ തുഴയിക്കാനും, കൂടെ നിർത്താൻ തുഴയാൻ തയ്യാറുള്ളവരെ കൂടെ നിർത്തി തുഴയിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.